നിങ്ങൾ തമ്പനയിൽ കണ്ടു തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഈ സെറ്റിങ്സ് ഓഫ് ചെയ്താൽ നമ്മളെ അമ്മ പെങ്ങന്മാർക്ക് സേഫായിട്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ കേട്ട് വരുന്നുണ്ട് നമ്മുടെ ഫോണിൽ ഹാക്കേഴ്സ് ഉണ്ട്. ഹാക്കേഴ്സ് ഓരോരോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ ഫോണിൽ ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മളറിയാതെ എടുക്കുന്നു എന്നൊക്കെ. നമ്മളറിയാതെ തന്നെ നമ്മുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കും ഈ സ്പൈ ആപ്പുകൾ. അതിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ. ഈ സെറ്റിങ്സ് ഓൺ ചെയ്താൽ നമ്മുടെ ഫോണിൽ ഏത് ആപ്പ് ഉപയോഗിച്ചാലും നമ്മുടെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ സാധിക്കില്ല. ക്യാമറ ഫീൽഡ് എന്നായിരിക്കും കാണിക്കുക. ഇത് നമ്മൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഇത് ഓണാക്കിയാൽ മതി. ഈ സെറ്റിങ്സ് ഗേൾസിന് 110% ഉപകാരപ്പെടും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നേരെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. നമ്മുടെ ഫോണിലെ ക്യാമറ നമ്മളറിയാതെ തന്നെ ഓൺ ആവാതിരിക്കാനാണ് ഈ സെറ്റിങ്സ് ഓൺ ചെയ്യുന്നത്. ഈ ഓൺ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫോണിലെ ക്യാമറ നമ്മൾ വിചാരിക്കുമ്പോൾ മാത്രമേ ഓൺ ആവുകയുള്ളൂ. ഇതൊരു സേഫ്റ്റി ടിപ്പാണ്. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന നിങ്ങളുടെ അമ്മ പെങ്ങന്മാർക്കൊക്കെ ഈ സെറ്റിങ്സ് പറഞ്ഞു കൊടുക്കുക. ആദ്യം തന്നെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് എബൌട്ട് ഫോണിലേക്ക് പോകുക. എബൌട്ട് ഫോണിലേക്ക് പോയാൽ അവിടെ നിങ്ങൾക്ക് MIUI വെർഷൻ അല്ലെങ്കിൽ കേണൽ വെർഷൻ എന്ന് കാണാൻ സാധിക്കും. കേണൽ വെർഷൻ എന്നായിരിക്കും നമ്മുടെ റെഡ്മി ഫോൺ ഒഴികെയുള്ള ഫോണിലൊക്കെ കാണാൻ സാധിക്കുക. അവിടെ ഒന്ന് ഒരു 8-9 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ടാപ്പ് ചെയ്യുക. അത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആവുന്നതാണ്. ഡെവലപ്പർ ഓപ്ഷൻ എവിടെയാണ് ഉണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞുതരാം. ഡെവലപ്പർ ഓപ്ഷൻ നമ്മുടെ അഡീഷണൽ സെറ്റിങ്സ് പോയാൽ എല്ലാവരുടെയും ഫോണിൽ കാണാൻ സാധിക്കും. ഞാനിവിടെ ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാം. അതിനെ എബൌട്ട് ഫോണിൽ നിന്ന് ബാക്ക് വരിക. എന്നിട്ട് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് അഡീഷണൽ സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും. അഡീഷണൽ സെറ്റിങ്സ് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് താഴേക്ക് ഒന്നുകൂടി സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് കാണാൻ സാധിക്കും. അതിലൊന്ന് ടാപ്പ് ചെയ്യുക. എന്നിട്ട് താഴേക്ക് മെല്ലനെ സ്ക്രോൾ ചെയ്യുക. അവിടെ നമുക്ക് ക്വിക്ക് സെറ്റിങ്സ് ഡെവലപ്പർ ടൈൽസ് എന്ന് കാണാൻ സാധിക്കും. നിങ്ങളിവിടെ കാണുന്നുണ്ട് അറിയില്ല, ഫോക്കസിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ഫോക്കസ് ആവുന്നില്ല. ക്വിക്ക് സെറ്റിങ്സ് ഡെവലപ്പർ ടൈൽസ് എന്ന് അവിടെ ഒന്ന് മെല്ലനെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും അടിയിൽ നമുക്ക് സെൻസേഴ്സ് ഓഫ് എന്ന് കാണാം. അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അത് ഓൺ ചെയ്യുന്നതിലൂടെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ ഒരു ഐക്കൺ വരുന്നതാണ്. അത് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് താഴേക്ക് ഒന്ന് നോട്ടിഫിക്കേഷൻ ബാർ സ്ക്രോൾ ചെയ്താൽ അഡീഷണൽ ആയിട്ട് ഒരു സെറ്റിങ്സ് വരുന്നത് കാണാൻ സാധിക്കും. പൾസ് റേറ്റിൻ്റെ സിമ്പലുള്ള ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ മെല്ലനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാമറ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ക്യാമറ എറർ എന്ന് കാണാം. ക്യാമറ എറർ എന്ന് പറഞ്ഞാൽ ക്യാമറ ഓൺ ചെയ്യാൻ സാധിക്കില്ല. ഒരാപ്പിനും ഇപ്പോൾ ഇനി തൊട്ട് നമ്മുടെ ക്യാമറ ഓൺ ചെയ്യാൻ സാധിക്കില്ല. അത് ഒഴിവാക്കണമെങ്കിൽ മുകളിൽ നിന്ന് സ്വൈപ്പ് ചെയ്തിട്ട് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ ഒന്നുകൂടി ഒന്ന് ടാപ്പ് ചെയ്താൽ നമ്മുടെ ക്യാമറ എടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നമുക്ക് നോട്ടിഫിക്കേഷൻ ബാറിൽ നിന്നും ക്വിക്കായിട്ട് അത് ക്യാമറ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും. ഇത് നമ്മളുടെ ഒരു സേഫ്റ്റി ടിപ്പായി നിങ്ങൾ പരിഗണിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ ഹാക്കേഴ്സ് ഒന്നും പ്രൊട്ടക്റ്റ് ആവുന്നതാണ്. നിങ്ങൾ വാട്സാപ്പ് എടുത്ത് നോക്കി വാട്സാപ്പിൽ ക്യാമറ എടുത്താൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ ക്യാമറ ഓൺ ആവുന്നില്ല. റീസ്റ്റാർട്ട് യുവർ ഫോൺ എന്നായിരിക്കും വാട്സാപ്പിൽ കാണുക. ഞാനിപ്പോൾ ആ സെറ്റിങ്സ് ഓഫ് ചെയ്തു, അതുകൊണ്ടാണ് എനിക്ക് ക്യാമറ എടുക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട സമയത്ത് മാത്രം ക്യാമറ ഓൺ ചെയ്യുകയും അല്ലാത്തപ്പോൾ ഓഫ് ചെയ്യുകയുമാണ് നിങ്ങളുടെ ഫോണിൽ നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ആ നോട്ടിഫിക്കേഷൻ ബാറിൽ നിന്നും നിങ്ങൾക്ക് ആ ഐക്കൺ പോക്കണമെങ്കിൽ ഇവിടെ സെൻസേഴ്സ് ഓഫ് എന്നത് ഓഫ് ചെയ്താൽ മതി. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യുക. അത് 100% നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സെറ്റിങ്സ് ആണ്. ഇപ്പോൾ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ അമ്മ പെങ്ങന്മാർക്കൊരു കരുതലാണ് ഈ സെറ്റിങ്സ് ഓൺ ചെയ്താൽ. നമ്മുടെ അധിക പേരും ഫോൺ യൂസ് ചെയ്യുന്നവരാണ്, അവർക്കൊന്നും ഈ സെറ്റിങ്സ് ഒന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്ന് കൊടുക്കുക. അപ്പോഴാണ് ഞാൻ ഇനി അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നാളെ ഒരു ഉഗ്രം വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ ഇറ്റ്സ് മീ അബി സൈനിങ് ഓഫ്. ബൈ ബൈ ഗായ്സ്.